ഹായ്, നമുക്കിന്ന് ഒരു കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാം കേട്ടോ. കപ്പപ്പുഴുക്ക് ഇത് കാണുമ്പം നിങ്ങൾ വിചാരിക്കും ഇത് പച്ചക്കപ്പയാണോ എന്ന്. പച്ചക്കപ്പയല്ല, അതായത് നമ്മുടെ ചെണ്ടം പുഴുങ്ങിയ കപ്പയില്ലേ, അതിൻ്റെ ബാലൻസ് വന്നത് ഉണക്കിയതാണേ. അപ്പോൾ ഉണക്കക്കപ്പ, അതായത് വാട്ടുകപ്പ എന്ന് പറയാൻ പറ്റില്ല. വാട്ടുകപ്പ നമ്മൾ പച്ചയ്ക്ക് അരിഞ്ഞിട്ടിട്ട് ഉണക്കുകയാണല്ലോ ചെയ്യുക. ഇതങ്ങനെയല്ല, ചെണ്ടം പുഴുങ്ങിയതിൻ്റെ ബാലൻസ് എടുത്തിട്ട് ഉണക്കിയതാണ്. അപ്പോൾ ഇന്നലെ ഞാനിതിനെ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പം നല്ല കുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒറ്റൊരു വിസിൽ മതി, ഇത് വെന്തോളും. ഇതിലേക്ക് ഞാനിപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു, ഒരിത്തിരി കൂടെ വെള്ളം ഒഴിക്കാം. അധികം വെള്ളം വേണ്ട, കാരണം ഓൾറെഡി ഇത് പുഴുങ്ങി ഉണങ്ങിയതാണല്ലോ, അപ്പോൾ വേഗം വേകും. അപ്പോൾ നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഓക്കെ, ഇത് വിസിൽ വരട്ടെ. ഇതേ നമ്മുടെ കപ്പ എങ്ങനെ വെന്തിട്ടുണ്ട്. ഞാനൊരു വിസിലടുപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് വന്നിട്ട് തേങ്ങയും കുഞ്ഞു ജീരകവും ഒരു പിഞ്ച ഇട്ടിട്ടുള്ള, പിന്നെ ഉണക്ക കാന്താരിയാണ്. അത് നമുക്കിവിടെ കാന്താരി ഒന്നും കിട്ടത്തില്ല. എവിടുന്നേലും കിട്ടുമ്പോൾ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അത് ഉണങ്ങിപ്പോയി, കുറേ ആയി കിട്ടിയിട്ടേ. പിന്നെ വെളുത്തുള്ളി കുഞ്ഞുള്ളിയാണ്, കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് ഇടാത്തത്. എനിക്കാണെങ്കിൽ ജലദോഷം പിടിച്ചിട്ടേ, തണുപ്പായതുകൊണ്ട് നല്ല ജലദോഷമാണ്. അപ്പോൾ ഇതിനെ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയായിരുന്നു. പക്ഷേ മിക്സിയുടെ ജാറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാനിവിടുത്തെ ഇടിക്കുന്ന കുഞ്ഞിക്കല്ലില്ലേ, അതിൽ വെച്ചിട്ട് ഇടിച്ചെടുത്തതാണ്. തേങ്ങ ഞാൻ വെറുതെ ജസ്റ്റ് ചിരകിയതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഒന്ന് ആവി കയറി ഈ തേങ്ങയും മുളകും ഉള്ളിയൊക്കെ ഒന്ന് വേവണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആവി കൊള്ളട്ടെ. അതിന് ശേഷം നമ്മളിതിനെ കൊത്തി ഉടക്കത്തുള്ളൂ. അപ്പം ഒന്ന് ആവിയേറട്ടെ. ഇതേ നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം കേട്ടോ. അതായത് വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇടുകയാണെങ്കിൽ സൂപ്പറാണ്, നല്ലതായിരിക്കും. ഞാൻ പക്ഷേ ഈ തേങ്ങ ഇടുന്നതിൽ വീണ്ടും കടുക് വറക്കാറില്ല. അങ്ങനെ ഇടുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയൊക്കെ. പറയും പോലെ ഞാൻ ചായയും കാപ്പിയും കുടിക്കത്തില്ല, അതുകൊണ്ട് അതില്ല. അതിന് പകരം ഞാനിവിടെ വെള്ളമാണ്, കുടിവെള്ളം. നല്ല കേട്ടോ, നല്ല രസമുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ചെണ്ടം പുഴുങ്ങിയ കപ്പ ബാലൻസ് വരുന്നത് ഉണക്കിയിട്ട് ഒന്ന് പുഴുങ്ങി നോക്കി നോക്ക്. നമ്മൾ വാട്ടുകപ്പ പുഴുങ്ങുന്നതിനേക്കാളും ടേസ്റ്റുണ്ട്, സൂപ്പറായിരിക്കും. ഓക്കെ, ബൈ.